ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ന്യൂ ഹൗസിലാട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നേ. ഗൈസ്, ഞാൻ കുറച്ച് ക്രോസ് ഞാൻ വില്ലേജറിന് ട്രേഡ് ചെയ്തിട്ടേ എടുത്തത്. എന്ന് വെച്ചാൽ ഒരു വില്ലേജർ ട്രേഡറിന് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുമായാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയത്. ഇതിനകത്ത് നിറച്ചും ഈ ആരോസും ലൈബ്രറിയും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്ലിപ്പ് മൈനിങ്ങിൻ്റെ ഇതുണ്ട് എനിക്ക്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അപ്പം അതിനകത്ത് കയറിയിട്ട് കുറച്ച് ഇതാക്കാൻ പോകണം. എന്ന് വെച്ചാൽ കുറച്ച് മൈൻ ചെയ്തിട്ട് എന്തൊക്കെ കിട്ടും അത് നോക്കാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. കുറേ അയൺ പിക്കക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് കയറിയിട്ട് ചിലപ്പോൾ നല്ല വില കിട്ടി ഡയമണ്ട്സ് അങ്ങനെ കിട്ടിയാലോ. അത് പറഞ്ഞു ഗൈസ്, എനിക്കിപ്പോൾ അതിനകത്ത് അങ്ങനെ മൈൻഡ് ചെയ്ത് പോയിട്ട് 2 ഡയമണ്ട് ഈ പെട്ടെത്തിരിക്കില്ല. 2 ഡയമണ്ടൊക്കെ അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ആ 2 ഡയമണ്ടാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്ന ഡയമണ്ടുകൾ കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോകണം. അതിന് മുമ്പേ എന്താ പറയുക, ഒരു ബോ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ചില സമയത്ത് ഈ സ്കെൽറ്റൻസ് വന്നേരാൽ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാകരം. അതുകൊണ്ടാണ് ഞാൻ ബോ എടുക്കണം. അപ്പൊ നമുക്ക് മൈനിങ് എവിടെന്ന് വെച്ചാൽ ഇതാണ്. അനാന നീ പഠിക്കണ്ട, സ്റ്റീൽ ട്രേഡുന്നുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ഇവണ്ട അവനെ കുഴിയാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ സബും ചെയ്യണം കേട്ടോ, മറക്കാതെ. നമ്മളെ വീട് ഇപ്പോൾ ഇന്നലെയായിരുന്നു എൻ്റെ ആദ്യത്തെ വീട്. ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞു. എന്താ കാര്യം നിങ്ങൾക്കറിയില്ല. ഞാൻ മൈനിങ്ങിന് പോയിട്ട് വരുമ്പോ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങളത്. ഇവിടെ ഓൾറെഡി ഒരു പെട്ടി കിടക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയുണ്ട് സ്പെയർ എന്താ പറയുക, ഷീൽഡൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ ടോർച്ച് അധികം ഇല്ലല്ലോ, ടോർച്ച് ഉണ്ടാക്കണം. അതായത് കോളുണ്ട്. സ്റ്റിക്സ് ഇവിടെ അല്ല, അവിടെ പോകണം. ഗ്യാസ് സ്റ്റിക്സിൻ്റെ ഇരിക്കുന്നത് ആ മേലത്തെ പെട്ടിയിലും പിന്നെ ഇവിടുത്തെ സ്റ്റോറേജിലുമാണ്. സ്റ്റോറേജ് പോയി നോക്കണ്ട കേട്ടോ. ഈ ആടുകളുടെ ശല്യമല്ലോ. ഞാനൊരു എന്താ പറയാ വൂൾ ഫാർം ഉണ്ട്. അങ്ങനെ ഇവരുടെ വീട്ടിൽ കയറി നമുക്ക് ഒരു സ്കൂൾ കിട്ടും. ഒരെണ്ണത്തിന്റെ കുറവുണ്ട്. കുഴപ്പമില്ല, ഒരു കോള് നമ്മൾ നിന്നോട്ടെ. കണ്ടോ, എൻ്റെ അയൺ ആർമേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ നെക്കി പിടിച്ചാൽ കിട്ടും. ഇങ്ങനെ പിടിച്ചാലോ, എങ്ങനെയോ പിടിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കൈ കിട്ടുമല്ലോ. അങ്ങനെ ഓക്കെ ഗൈസ്, 7 എണ്ണം ഉണ്ടാക്കി. 7 എണ്ണം ഉണ്ടാക്കി. അപ്പം എൻ്റെ ഇപ്പോൾ ഒരു സ്റ്റാക്ക് 9 ഉണ്ട്. ഒരു സ്റ്റാക്ക് 9. ഇതാണ് എൻ്റെ വില്ലേജ് എന്താ പറയുക ട്രേഡ് ഉണ്ട്. അവിടെ കുറച്ച് സെറ്റപ്പാണ്. അപ്പം എല്ലാവരും നമുക്ക് വഴികാതെ മൈനിങ്ങിന് വിട്ടാലോ. അപ്പോൾ ഗൈസ്, നമുക്കിനി മൈനിങ്ങിന് പോവാം. നിങ്ങളവിടെ നല്ല മഴ ഉണ്ടോ? മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പം നമ്മൾ മൈനിങ്ങിന് പോവാണ്. മൈനിങ്ങിന് അപ്പൊ ഞാൻ പോർട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ കുറച്ച് സ്റ്റെയർ കേസ് മാത്രം വെച്ചു. ഇതാണെങ്കിൽ കുറെ സമയം എടുക്കും ഗൈസ് അടിയിലെത്തി. അതാണ് പ്രശ്നം. അപ്പൊ ഗൈസ്, ഇപ്പൊ നമുക്ക് അടിയിലെത്തിയിട്ട് മൈനിങ് ഏരിയയുടെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഇപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കേ, അപ്പൊ ഗൈസ്, നമ്മളിപ്പോ മൈനിങ് ഏരിയയുടെ അവിടെ എത്താറായിട്ടാ. ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഗൈസ്, ബെഡ് റോക്ക് എത്തി. അപ്പൊ ഇവിടെ തൊട്ടടുത്തുണ്ടാവുമല്ലോ എന്റെ മൈനിങ് ഏരിയ ഉണ്ടാവണ. മേൽക്കോ ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടാണ്. എടുത്ത് ഡയമണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. എനിക്ക് ഭാഗ്യമില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ. ഡയമണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡയമണ്ട് കിട്ടും. അതേ എനിക്ക് പറയാനുള്ളൂ. ഡയമണ്ട് ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഗൈസ്. അത് ഞാൻ പറയാട്ടോ, ഭാഗ്യം ഉണ്ടെങ്കിലും ഡയമണ്ട് എന്ന് പറഞ്ഞ സാധനം കൈ കൊണ്ടുപോകും.
അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ല. ഇതെന്താണ് കാണും അനാൻ വെരി ലക്കി ഗായ്സ്. ഇത് 2 ഡയമണ്ട് ഉണ്ടല്ലോ. കുറച്ച് ലാവല വരുമോ? ഗായ്സ് oh my god, oh my god, ഡയമണ്ട്. ഇതാരാണ് ഇവിടെ ഈ സ്ഥലത്ത് കൊണ്ടുവച്ചത്? എന്താ ചെയ്ത് ഇത്ര ഡയമണ്ടാണ് സർ? അയാളല്ല സോറി, എന്തൊക്കെയോ ഡയമണ്ട് കണ്ടപ്പോ ഫുൾ ഡയമണ്ട്. ഇത്ര ദിവസം ഫൈൻഡിങ് പോയിട്ട് ഇത്ര ഡയമണ്ട് ആപ്പുള്ളൂ. കൊറേ കുഴിച്ച് ഇരുപത്തെട്ട് ഡയമണ്ട് ഒരു ഫോർച്യൂൺ 3 പിക്കാക്സ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോ അധികം പേര് കിട്ടിയായിരുന്നു. ആ ഫോർച്യൂൺ വില്ലേജർ തരൂല കാര്യം. എന്നാലും കുഴപ്പമില്ല ഗൈസ്, 30 ഡയമണ്ട് കിട്ടുമോ? അതെനിക്ക് എന്താ പറയാ, ഇത് മാത്രം ഇന്നുണ്ടോ? ഓക്കെ ഏലക്ക് കഴിഞ്ഞൂട്ടാ. ഞാൻ കണ്ടു ഗൈസ്, ഇന്നുണ്ടോ? ഇന്ന് ഡയമണ്ട് ഉണ്ടാവില്ല. ഇത്രയുള്ളൂ ഡയമണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 37 ഡയമണ്ട്. ഇനിയിപ്പോ എന്താ പറയാ, വീട്ടിലെത്തിട്ട് കാണാട്ടാ. അപ്പൊ ഇനി ഗൈസ് ഇപ്പൊ മേലക്ക് എത്തിയിട്ട് കാണാം. അപ്പൊ മേലക്ക് എത്തിയിട്ട് ഈ ഡയമണ്ടിന് സ്മെൽറ്റ് ആക്കണം. സ്മെൽറ്റ് ആക്കില്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് ഇൻസ്റ്റാർട്ട് ആയിട്ടാണ് എന്തുണ്ടാക്കുക, ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഗൈസ്. അപ്പൊ ഇനി മേലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളപ്പോ വീട്ടിലെത്തിണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടുത്തെ ഹോപ്പറും ചെസ്റ്റും ഈ സ്മോക്കറും ഇട്ടുകൊണ്ടുവന്ന്. ഇപ്പൊ ഇനി 32 കോളുണ്ട്. കോളി നമ്മൾ വെച്ചിട്ട് ഡയമണ്ട് സ്മെൽറ്റ് ആക്കട്ടെ. എന്താ സ്മെൽറ്റ് ആവാത്ത ഫർണിച്ചർ വെച്ചിട്ട് സ്മെൽറ്റ് ആവുള്ളല്ലോ. ഇനി ചിലപ്പോ ഈ സ്മോക്കറൊക്കെ ഇടുമല്ലോ. സ്മോക്കർ വെച്ചോട്ടെ. സ്മോക്കർ വെച്ച് എന്താ പറയാ, കോളും വെച്ച് ഡയമണ്ടും വെച്ചത്. എന്താ ഇതാവാത്തെ? ഞാൻ എന്റെ ബേസില് ക്രാഫ്റ്റ് ടേബിൾ മറ്റോടത്ത് ക്രാഫ്റ്റ് ടേബിളിനകത്തെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇവിടെ? ചിലപ്പോ അത് വേറെ എന്തെങ്കിലും സാധനം വേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഇതാക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ മറ്റേ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ വീട്ടിലുണ്ട്. രണ്ടാമത് സാധിച്ചില്ല. ഒരു പച്ച കളർ ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാനൊരു ക്രീപ്പറിനെ കണ്ടിട്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വന്നത്. ക്രീപ്പറിനെ കാണാല്ല. അപ്പോ നമുക്ക് വീട്ടിൽ ഫണ്ട്സ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുണ്ടോ നോക്കട്ടെ. പറ്റുണ്ടാവൂല. ഇത് എന്തോ സ്മെൽറ്റ് ചെയ്യേണ്ടി വരും എങ്ങനെ ആയാലും. അതിനായാലും ഇതുകൊണ്ട് എന്തായാലും
നമ്മളിപ്പോ ക്രാഫ്റ്റ് ടേബിളിൽ നോക്കുകയാണ് ഡയമണ്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇങ്ങനെ വെച്ചു കൊടുത്താ മതി, അപ്പൊ എല്ലാതും കിട്ടുമായിരുന്നോ? അത് പൊട്ടിട്ട് കിട്ടിക്കൊണ്ടായിട്ട് അല്ലാണ്ട് ഡയമണ്ട് ആർമർ ഫുള്ളി ഉണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡയമണ്ട് എന്ന് പറയുന്ന സാധനം എന്താവില്ല അറിയില്ല. ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കുക, പക്ഷെ അത് ഇങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ല. പിന്നെ അതിനായിട്ട് ഡയമണ്ട് ഞാൻ മൈൻഡ് ചെയ്ത് എടുത്തിട്ടില്ല. അയ്യോ, ഈ താടന്മാരെ കൊണ്ട് ഒന്ന് മാറി അത്രേ ഉള്ളൂ. അനുസരിക്കണ പിള്ളേരാണ് നമ്മളെ പശുക്കുട്ടികൾ. അല്ല, പശുവല്ല, ഇത് വരുന്നതാടാ, അതല്ലേ കറിഞ്ഞൂടാ നമ്മളെ. അല്ല, ഏതോടെ ചാത്ത കിട്ടി. നമ്മൾ ഡയമണ്ട് ആയിട്ട് ഡയമണ്ട് ആർമർ സെറ്റ് ആക്കാൻ പോവാണ്. ഒരു ഹെൽമെറ്റ്, ഒരു ലെഗിൻസ്, ഒരു ചെസ്റ്റ് ബൈറ്റ്, ഒരു ബൂട്ട്. ഓ ഗായ്സ്, ഇതൊക്കെ ഇടുമ്പോൾ ഫീൽ. അങ്ങനെ നമ്മൾ അയൺ ആർമർ, അതിപ്പോ എംജാറ്റർ ബുക്കറൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്നുമില്ല. കണ്ടോ നമ്മളെ അയൺ സമോള് ഒരു ഓ ഗായ്സ്, ഒളി. നമ്മളെ കുറച്ച് സ്റ്റിക്സ് ഉണ്ട് ഇവിടെ, 12 സ്റ്റിക്ക് ഉണ്ട് ഗൈസ്. അപ്പൊ ഓക്കെ, എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. ഒരു സോഡ്, ഒരു ആക്സ്, ഒരു പിക്കാക്സ്, ഒരു ഷവല്, ഒരു ഒരു സോഡ് കൂടി ഇരുന്നോട്ടെ, നല്ലതാ. ഒരു സ്പെയർ എന്താ പറയാ സോഡ് കൂടെ ഇരുന്നോട്ടെ. അങ്ങനെ ഫുൾ സെറ്റ്. ഞാൻ എന്താ പറയണ്ടെന്ന് അറിയില്ല ഗൈസ്. ആദ്യമായിട്ട് ഞാൻ ഡയമണ്ട് ആർമറാണ്. അതിന് സന്തോഷം പിന്നെ മുഖത്തൊക്കെ മനസ്സിലാവും, പക്ഷെ എൻ്റെ മുഖം ഉണ്ടാവില്ല. ഞാൻ ലാസ്റ്റത്തെ എൻ്റെ മുഖത്തിൻ്റെ ഇത് കാണിച്ചാ ഗൈസ്. ഞാൻ പോലും ബ്രസീലവിടെ എത്രക്ക് ഡയമണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അന്ന് വീഡിയോ എടുക്കുന്നുണ്ടാവില്ല. ഞാൻ വീഡിയോ എടുത്തിട്ട് ബാക്കി മൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വീഡിയോ എടുത്തപ്പോ നിങ്ങൾക്കും കൂടി അത് കാണാൻ പറ്റി. എൻ്റെ കുറെ അയൺ പിക്കാക്സ് ഉണ്ട്. അയൺ പിക്കാക്സ് നിരത്തിയിട്ടുണ്ട്. അവിടെ ഡയമണ്ട് പിക്കാക്സ് തൊടുന്നില്ല, എന്നാലും ചെറുതായിട്ട് ചില സമയത്ത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഒബ്സിഡം ഇതാക്കാനോ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഫുൾ സെറ്റ് ലെതർ ആർമർ, അല്ല ലെതറോ സോറി, ഫുൾ ഇതായില്ല. ഓക്കെ, അപ്പൊ ഗൈസ് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്ന് ലാസ്റ്റത്തെ ഫേസിന്റെ ഇത് ഞാൻ കാണിച്ചത്. ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ബൈ. എല്ലാവരും ലൈക്കും ഷെയറും സംഭവം ചെയ്യണം. പിന്നെ ഫേസും കൂടി കണ്ടിട്ട് നിങ്ങൾ പൊക്കോ. എൻ്റെ പൊന്നിക്ക് ഡയമണ്ട് കിട്ടുന്ന ഞാൻ എത്രയായിട്ടും ഇതായി എടുത്തളി. എന്തൊക്കെ പറയണ്ടേന്ന് എനിക്കറിയില്ല ഗൈസ്. ഒരു ഡയമണ്ട് എത്ര കിട്ടിയ ഞാൻ ഡയമണ്ട് ആർമറും ഡയമണ്ട് സോഡ്സും തൊക്കെ ഉണ്ടാക്കി ഗൈസ്. ഒരു മൈനിങ്ങിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല ആൾക്കാർ എന്താ പറയുക, ഈ ഡയമണ്ടിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചില ആൾക്കാർ ഈ ഡയമണ്ട് TNT ഒക്കെ പഠിച്ചിട്ട് ഉണ്ടാക്കും. ചിലപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഡയമണ്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ TNT ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്ന ഗൺ പൗഡറും പിന്നെ എന്താ പറയുക സ്ട്രിങ്ങും, പിന്നെ നമുക്ക് വേണ്ടത് എന്തായിരുന്നു, സാൻഡും എന്തൊക്കെയാണ് വേണ്ടത്. ഞാൻ ചിലപ്പോൾ എന്താ പറയുക TNT ഉണ്ടാക്കും. TNT ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ പറയുക മൈനിങ്ങിന് കൂട്ടാം. അപ്പോൾ ആ വീഡിയോ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്.